ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട് 1 ലക്ഷത്തോളം പരാതികൾ ലഭിച്ചതായി മന്ത്രി എ.പി. അനിൽകുമാർ. ഇതിൽ പകുതിയോളം മാത്രമാണ് പരിഹരിച്ചത്. കണ്ണൂർ ജില്ലയിൽ അടക്കമുള്ള പരാതികളിൽ പെട്ടെന്ന് തീർപ്പാക്കാൻ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഭൂമി തരംമാറ്റലുമായി ബന്ധപ്പെട്ടും നിരവധി പരാതികളുണ്ട്. ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പരാതികൾ സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടുണ്ടെന്ന് മന്ത്രി എ.പി. അനിൽകുമാർ പറഞ്ഞു. 1 ലക്ഷത്തിലധികം പരാതികൾ ഇതിനകം ലഭിച്ചിട്ടുണ്ട്. ഇതിൽ 48,000 പരാതികൾക്ക് മാത്രമാണ് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ബാക്കി 100 ദിന കർമ്മപരിപാടിയിൽ ഉൾപ്പെടുത്തി പരിഹരിക്കാൻ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കണ്ണൂർ ജില്ലയിലും ഇത്തരം നിരവധി പരാതികൾ ഉണ്ട്. ഭൂമി തരംമാറ്റലുമായി ബന്ധപ്പെട്ടാണ് വലിയ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നത്. 2.5 ലക്ഷം അപേക്ഷകൾ ഇത്തരത്തിൽ സംസ്ഥാനത്താകെയുണ്ട്. ഇതിൽ 1/4 ലക്ഷം പേർക്കെങ്കിലും അടുത്ത 100 ദിവസത്തിനുള്ളിൽ ഭൂമി തരംമാറ്റി നൽകാൻ കഴിയണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. 25 സെന്റിൽ താഴെയുള്ളവരുടെ കാര്യം അനുഭാവപൂർവ്വം പരിഗണിച്ച് മുൻഗണന നൽകണമെന്നും സെക്രട്ടറി കോൺഫറൻസ് ഹാളിൽ നടന്ന അവലോകന യോഗത്തിൽ മന്ത്രി വ്യക്തമാക്കി. 1 ലക്ഷത്തോളം പരാതികൾ ഡിജിറ്റൽ സർവേയുമായിട്ട് ഇന്ന് കേരളത്തിലുണ്ട് എന്നാണ് സർവേ ഡിപ്പാർട്ട്മെന്റ് സർവേ ഡയറക്ടറുടെ അടുത്ത് പറയുന്നത്. എന്നാൽ അദ്ദേഹം കാസർഗോഡ് ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് 48,000 പരാതികൾ പരിഹരിച്ചു. ഇനിയുള്ള 52,000 പരാതികൾ നമുക്ക് ഈ ഒരു 100 ദിവസത്തിനകം പരിഹരിക്കാം എന്നാണ് ഉറപ്പ് തന്നിട്ടുള്ളത്. അതും നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സർവേ ഉദ്യോഗസ്ഥന്മാരെ കൂടെ കാണും, ഡിജിറ്റൽ സർവേക്ക് നേതൃത്വം കൊടുക്കുന്നവരൊക്കെ ഇവിടെ കാണും. പക്ഷെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമുക്ക് കിട്ടുന്ന പരാതികൾ നിങ്ങൾ തീർപ്പാക്കുമ്പോൾ അത് റിജക്റ്റ് ചെയ്തുകൊണ്ട് തീർപ്പായി കഴിഞ്ഞ് ഒരിക്കലും പരാതി അവസാനിക്കില്ല. പരാതിക്കാരൻ്റെ പരമാവധി അവർക്ക് അനുകൂലം എല്ലാം നമുക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഒരു പരിധി വരെയെങ്കിലും നമ്മൾ പരിഹരിച്ചു എന്നുള്ള 52,000 പരാതികൾ നമ്മൾ നോക്കി കൺസിഡർ ചെയ്തു, റിജക്റ്റ് ചെയ്തു, തീർന്നു. ആ ഒരു തലത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. പരമാവധി അവർക്ക് ലഭ്യമാകേണ്ടത് ലഭിക്കാനുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം. ആ കാഴ്ചപ്പാടിനനുസരിച്ചായിരിക്കണം നമ്മളിത് അപ്രോച്ച് ചെയ്യേണ്ടത്. 540ഓളം പദ്ധതികളാണ് 100 ദിന കർമ്മപരിപാടിയിൽ ഉൾപ്പെടുത്തിയത്. ഇതിൽ റവന്യൂ വകുപ്പിന്റെ 7 പദ്ധതികളാണ് ഉള്ളത്. ഭൂമി തരംമാറ്റം, പട്ടയ വിതരണം, ന്യായവില നിശ്ചയിച്ചപ്പോൾ ഭൂമിയുടെ വിലയിലുണ്ടായ വ്യത്യാസം ഏകീകരിക്കൽ, ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട പരാതികൾ എന്നിവയാണ് റവന്യൂ വകുപ്പുകൾ കൈകാര്യം ചെയ്യേണ്ടത്. ഇത്തരം കാര്യങ്ങളിൽ അടിയന്തര ശ്രദ്ധ കേന്ദ്രീകരിച്ച് നടപടി ഉണ്ടാകണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കണ്ണൂർ ജില്ലയിൽ 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2234 പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ കഴിയുമെന്ന് ഉദ്യോഗസ്ഥർ മന്ത്രിയെ അറിയിച്ചു. അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. ജില്ലയിൽ 1 ഹെക്ടറിലധികം ഭൂമിയിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചിട്ടുണ്ടെന്നും 4 ഹെക്ടറിലധികം ഭൂമി ഒഴിപ്പിക്കാനുണ്ടെന്നും ഉദ്യോഗസ്ഥർ യോഗത്തിൽ വ്യക്തമാക്കി. യോഗത്തിൽ റവന്യൂ സ്പെഷ്യൽ സെക്രട്ടറി കെ ജീവൻ ബാബു, ലാൻഡ് റവന്യൂ കമ്മീഷണർ എച്ച് ദിനേശൻ, കളക്ടർ പി വിഷ്ണുരാജ്, അസിസ്റ്റന്റ് കളക്ടർ എസ് സ്വാതി, പി കെ ജയശ്രീ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.